ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഡോളീസ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഒത്തിരി നാളായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഓർക്കിഡിൻ്റെ ഒരു ഫെർട്ടിലൈസറിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിന്ന് ഇടുന്നത്. ഒരുപാട് പേര് എന്നോട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഓർക്കിഡ് ഫെർട്ടിലൈസർ, അതായത് പൂക്കുന്നതിന് എന്ത് വളമാണ് ഇടുന്നത്. ഇതിപ്പോൾ എൻ്റെ ഈ ഒരു പ്ലാന്റ് ഏതാണ്ട് 2.5 വർഷമായിട്ട് പൂക്കാതെ പൂവിടാതെ നിൽക്കുമായിരുന്നു. നമ്മൾ എന്തൊക്കെ ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുത്താലും നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ കറക്റ്റായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നന്നായി പൂവിടുകയുള്ളൂ. അതായത് 13, 27, 27 അടങ്ങിയ ഫെർട്ടിലൈസർ. ഞാൻ ഗ്രീൻ കെയർ ആണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലുള്ള വേറെ കുറേ എണ്ണം കൂടെ ഉണ്ട്, മറവാക്കുള്ള അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിൻ്റെ പ്രൊമോഷനൊന്നും വേണ്ടി ഞാൻ ചെയ്യില്ല, ആരും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി. അപ്പം ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ 5 ഗ്രാം 5 ലിറ്റർ വെള്ളത്തിൽ. ഇപ്പോൾ എൻ്റെ 1 ലിറ്ററിൻ്റെയാണ്, അപ്പോൾ അതിനനുസരിച്ചാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് നമ്മൾ ഇതിൻ്റെ മെച്ചൂർഡ് പ്ലാന്റ്സിനെല്ലാം നന്നായി അതിൻ്റെ വേരും തണ്ടും ഇലയിലും അതിൻ്റെ പോട്ടിംഗ് മീഡിയത്തിലും ആവുന്നതും നല്ലതായിട്ട് സ്പ്രേ ചെയ്ത് നമ്മൾ കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ പുതിയ പ്ലാന്റിന് ഇതുപോലെ നല്ല പൂക്കൾ ഉണ്ടാകാൻ, അതായത് പുതിയ പുതിയ സ്പൈക്കുകൾ വരുള്ളൂ. പിന്നെ നമ്മൾ ഓർഗാനിക് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വളരും, ചെടികൾ നന്നായി വളരുകയൊക്കെ ചെയ്യുമെങ്കിലും നന്നായി പൂവിടണമെങ്കിൽ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ തീർച്ചയായിട്ടും മാസത്തിൽ 2 തവണയെങ്കിലും അടിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പം ഞാനിതാണ് നമ്മുടെ മെച്ചൂർഡ് പ്ലാന്റ്സിനാണ് ഞാനിത് അടിച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഗ്രീൻ കെയറിൻ്റെ 13, 27 യെല്ലോ കളറിലാണ് അതിൻ്റെ ഇത്. അത് നമ്മൾ എത്ര ഗ്രാം എടുത്തിട്ട്, അതായത് 5 ഗ്രാം 5 ലിറ്റർ, ഒരുപാട് കൂടുതൽ നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പം നമ്മുടെ ചെടി ചിലപ്പോൾ ഡാമേജ് ആകാൻ തോന്നും. അതുകൊണ്ട് നമ്മൾ ചെറിയ അളവിൽ കൂടുതൽ പ്രാവശ്യമായിട്ട് നമ്മൾ ഓർക്കിഡിന് വളം കൊടുക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പം ഞാൻ ഇതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതെല്ലാം വൺസ് ഒന്ന് ഫ്ലവറിങ് കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഇനി അടുത്ത ഒരു ഫ്ലവറിങ്ങിന് വേണ്ടി നമ്മളിത് ഒരുക്കുവാണ്. അപ്പോൾ നമ്മൾ ഈ മെച്ചൂർഡ് പ്ലാന്റ്സിനെല്ലാം ഒരേപോലെ അടിച്ചു കൊടുക്കുമ്പോൾ ഒരുപോലെ നമുക്കിത് നിന്ന് സ്പൈക്ക് വരും. അപ്പോൾ ഒരുപോലെ പൂക്കളുണ്ടാകുമ്പോൾ ഭയങ്കര രസമായിരിക്കും കാണാൻ. അപ്പം നമ്മൾ തീർച്ചയായിട്ടും കെമിക്കൽ ഫെർട്ടിലൈസർ, അതായത് നൈട്രജന്, ഫോസ്ഫറസ്, പൊട്ടാസ്യം, മഗ്നീഷ്യം, ബോറോണ്, കാൽസ്യം, ഇതെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേരുന്ന ഫെർട്ടിലൈസറാണ് നമ്മൾ എപ്പോഴും ഓർക്കിഡിന് പൂക്കാൻ വേണ്ടി, പൂവിടാൻ വേണ്ടി, പുതിയ സ്പൈക്ക് വരാൻ വേണ്ടി കൊടുക്കുന്നത്. നമ്മൾ ഓർഗാനിക് കൊടുക്കാം, പക്ഷേ ഇത് എല്ലാം കൂടെ അടങ്ങിയ ഫെർട്ടിലൈസർ ആണെങ്കിൽ നമ്മുടെ പൂക്കൾ വലുതാവുകയുള്ളൂ. അതുപോലെ നന്നായിട്ട് കൂടുതൽ സ്പൈക്ക് ഉണ്ടാകുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ മെച്ചൂർഡ് പ്ലാന്റ്സിനാണ് ഇതെല്ലാം ഇതുപോലെ അടിച്ചു കൊടുക്കുന്നത്. എങ്കിൽ മാത്രമേ നന്നായി പൂവിടുകയുള്ളൂ. അപ്പം നമുക്ക് മനുഷ്യർക്ക് ആവശ്യമുള്ളതുപോലെ തന്നെ ഈ ചെടികൾക്ക് ഇതുപോലെ നൈട്രജനും ഫോസ്ഫറസും സിങ്കും വൈറ്റമിനും എല്ലാം ആവശ്യമാണ്. അപ്പം നമ്മുടെ മെച്ചൂർഡ് പ്ലാന്റ്സ് നന്നായി പൂവിടണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതുപോലുള്ള കെമിക്കൽ ഫെർട്ടിലൈസർ, വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ഫെർട്ടിലൈസർ നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ, എങ്ങനെയായാലും ഏതെങ്കിലും രീതിയിൽ നമുക്കതിൻ്റെ പ്ലാന്റിന് കിട്ടത്തക്കണം. അതിൻ്റെ ഇലയിലും തണ്ടിലും വേരിലും അതുപോലെ പോട്ടിംഗ് മീഡിയത്തിലും തീർച്ചയായിട്ടും അടിച്ചു കൊടുക്കണം. ഇത് നമ്മുടെ ഒരു കാറ്റിലെ ഇനത്തിൽപ്പെട്ടതാണ്. ഇപ്പോൾ ഇതും അതുപോലെ നമ്മൾ ഒരുമിച്ച് ഇതുപോലെ അടിച്ചു കൊടുക്കുമ്പോഴാണ് ഒരേപോലെ പൂത്ത് നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഓർക്കിഡ് കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.